ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമാണ്. ഞാനിപ്പോൾ ഉള്ളത് വടകര. വടകര നമ്മളെ എലിവേറ്റഡ് ഫ്ലൈ ഓവറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ പണിയെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. രണ്ട് ഭാഗത്തോടും വാഹനം കടന്നു പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ വടകര ഭാഗത്തുനിന്ന് നേരെ നെറ്റ് സ്ട്രീറ്റ് ഭാഗത്ത് വരുന്ന സമയത്ത് സർവീസ് റോഡ് കുറച്ച് താഴ്ന്നിട്ടാണ്. എന്ന് വെച്ചാൽ ആ ഭാഗം നല്ല ഹൈറ്റ് ഉണ്ട്. വെച്ചാൽ ഈ പാലം കാണുമ്പോൾ നല്ല ഹൈറ്റ് ഉണ്ട്. പക്ഷേ നെറ്റ് സ്ട്രീറ്റിൻ്റെ അവിടുന്ന് നേരെ വടകര ജംഗ്ഷനിലേക്ക് പോകുമ്പം ഉള്ള കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പീർ ക്യാപ്പ് വളരെ താഴ്ന്നിട്ട് നിൽക്കുന്നത്. ഏകദേശം ഒരു വലിയ വാഹനം വന്നു കഴിഞ്ഞാൽ അതിൽ തട്ടുന്ന രീതിയിലാണ് അത് നിൽക്കുന്നത്. ഇനിയിപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൻ്റെ കുഴപ്പമാണെന്നറിയില്ല. ഈ ഭാഗത്തുള്ള കുറേ ആളുകളൊക്കെ ഇതിൽ കൂടെ യാത്ര ചെയ്യുന്നതല്ലേ. അപ്പോൾ നിങ്ങളിതൊന്ന് കണ്ടു നോക്കുക. ഇപ്പം ഞാനുള്ളത് സർവീസ് റോഡിലാണ്. അപ്പോൾ നമ്മുടെ അവിടുന്ന് വരുന്നത് വെച്ചാൽ നെറ്റ് സ്ട്രീറ്റ് അവിടെയുള്ളത്. അവിടുന്ന് നേരെ വടകര ജംഗ്ഷനിലെ സിഗ്നൽ ഉണ്ടായിരുന്നില്ല, അങ്ങോട്ട് പോകുന്ന സർവീസ് റോഡാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാ പീർ ക്യാപ്പുകളും ഇങ്ങനെ താഴ്ന്നിട്ടൊന്നല്ല. ഇവിടെ ഏകദേശം 1, 2, 3 പീർ ക്യാപ്പുകൾ നോക്കിയാൽ നിങ്ങൾ കറക്റ്റ് സർവീസ് റോഡിന് ചേർന്നിട്ട് നിൽക്കുന്നത്. കാരണം ഒരു വാഹനം ഒന്നങ്ങോട്ട് ചേർന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ തട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ സർവീസ് റോഡൊക്കെ 2 വേ ആക്കുക എന്ന് പറയുമ്പോണ്ടല്ലോ, ഇതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. കാരണം 2 വാഹനങ്ങൾ, വലിയ വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഒന്നാ ഭാഗത്ത് തട്ടും. ഇനി ഇവിടെ സർവീസ് റോഡ് ഹൈറ്റ് കുറയ്ക്കാന്ന് വെച്ചാൽ നടക്കൂല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഡ്രൈനേജിൻ്റെ പണി കഴിഞ്ഞിരിക്കുന്നു. ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞ പ്രദേശമാണ്. അപ്പോൾ ഇതിനെന്താണ് ഒരു സൊല്യൂഷൻ? അത്യാവശ്യം നല്ല തിരക്കുള്ള ടൗൺ തന്നെയാണ് ഈ വടകര ടൗൺ. അപ്പോൾ 2 ഭാഗത്തുള്ള സർവീസ് റോഡ് എപ്പോഴും വാഹനങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാലോ, കണ്ണൂർ കോഴിക്കോട് മെയിൻ റോഡാണിത്. അതിൽ കൂടെയാണ് വാഹനം ചീറിപ്പാഞ്ഞ് പോകുന്നത്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ നമ്മൾ ഈ എലിവേറ്റ് ഫ്ലൈ ഓവർ വന്നിരിക്കുന്നത്. പക്ഷേ ഈ ഭാഗം ഹൈറ്റ് കൂടിയുണ്ട്. ഇപ്പോൾ 2 ഭാഗത്തുള്ള വാഹനങ്ങൾ വരുമ്പോഴുള്ള ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. നോക്കിക്കോട്ടോ, വലിയ വാഹനങ്ങൾ വരുന്നത് കറക്റ്റ് ആ ലോറിൻ്റെ ഹൈറ്റ് തന്നെയാണ് ആ പീർ ക്യാപ്പ് വരുന്നത്. അപ്പോൾ ഇത്രയും ഇത് തള്ളി നിൽക്കുന്ന സമയത്ത് ഈ സർവീസ് റോഡൊക്കെ 2 വേ ആക്കുമ്പം ഇതൊരു പ്രശ്നമാകൂല. അല്ലെങ്കിൽ പിന്നെ ഇവിടെ സർവീസ് റോഡൊക്കെ ഒരു താഴ്ത്തണം. പക്ഷേ സർവീസ് റോഡ് താഴ്ത്താൻ പറ്റില്ല. കാരണം ഡ്രൈനേജും സർവീസ് റോഡിൻ്റെ പണികളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഈ ഭാഗത്തുള്ള അവസ്ഥ. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഏകദേശം ഞാൻ ഈ പീർ ക്യാപ്പിൻ്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് എന്നെക്കാട്ടിലും കുറച്ചും കൂടി ഹൈറ്റുള്ള ഈ പീർ ക്യാപ്പ്. പിന്നെ ഇതിൻ്റെ മോൾ ഭാഗത്താണ് ഗാർഡ് വരിക കേട്ടോ. അപ്പോൾ കറക്റ്റ് എന്താ പറയുക, ഒരു ലെവലിലാണ് ഈ സംഭവം നിൽക്കുന്നത്. സാധാരണ എല്ലാ സ്ഥലത്തും നമ്മൾ കണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സർവീസ് റോഡിൻ്റെ കുറച്ച് ഭാഗം ഈ പീർ ക്യാപ്പിൻ്റെ അടിഭാഗത്തോടെ കടന്നു പോകണം. ചിലപ്പോൾ ഇവിടെ അങ്ങനെ ആയിരിക്കില്ല. പീർ ക്യാപ്പ് കഴിഞ്ഞിട്ടായിരിക്കും പിന്നീട് സർവീസ് റോഡ് വരിക കേട്ടോ. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ പീർ ക്യാപ്പ് വന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം ഷെയർ കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബൈ.